ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ്. എല്ലാവരുടെ ആഗ്രഹം അതാണ്, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എങ്കിൽ എന്റെ പ്രിയമുള്ള വാപ്പാ, നിനക്ക് നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ മരിക്കണോ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണോ? കാണാമെന്നവർ മുഴുവനും മരിച്ചാ നീ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയണോ? ആർക്കാ നല്ല മരണം വേണ്ടത്? ആർക്കാണ് നല്ല മരണം വേണ്ടത്? അല്ലാഹു പറയുകയാ, ഞാൻ തരാ. പെങ്ങള് പെങ്ങള് പെങ്ങള്, നിനക്കൊരു നല്ല മരണം വേണോ ഉമ്മാ? നീ എപ്പോഴും പറയാറുണ്ടല്ലോ, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ വാപ്പ മരിച്ചത് റമദാൻ 27-നാ. പറഞ്ഞെന്ന് പറഞ്ഞ് നിനക്കൊന്നും കിട്ടില്ല വാപ്പാ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച നിനക്കൊന്നും കിട്ടില്ല വാപ്പാ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്കൊന്നും കിട്ടില്ല പെങ്ങള്. അവർക്കാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ? ഞാൻ തരാ. വൽആഖിബത്തു ലിത്തഖ്വാ. ആരെങ്കിലും 5 വഖത്ത് നമസ്കരിച്ചാ അവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിനക്ക് ഇതെക്കാലം എന്തേ വേണ്ടത്? ഇതിനെക്കാലം നിനക്ക് എന്തേ വേണ്ടത്? നമസ്കരിക്കുന്നവന് പടച്ചവൻ നല്ല മരണമാണ് നൽകുന്നത്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മൂന്നാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാണ് മോനെ. എന്റെ ചെറുപ്പക്കാരോട് മോനെ, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം മുടക്കിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ആ സഹാബിയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി ജീവിച്ച ചെറുപ്പക്കാരനാ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടുന്ന് തൂക്കിക്കൊല്ലാൻ പിടിച്ചുകൊണ്ട് വന്നു. അവിടുന്ന് കൊല്ലാൻ സമയമായപ്പോ താഴെ നിൽക്കുന്ന ശത്രുക്കൾ ഹുബൈബിന്റെ കൂട്ടുകാരാ, ഹുബൈബിന്റെ കൂടെ കളിച്ച് ചലിച്ച് നടന്നവരാ. അവര് പറയുന്നു, ഹുബൈബ് എന്തിനാ ചെറിയ പ്രായത്തിലേ ചാകുന്നത്? എടാ നീ വിവാഹം പോലും കഴിച്ചിട്ടില്ല, എന്തിനാ ഇപ്പോഴേ ചാകുന്നത്? പുതിയ മതങ്ങൾ എന്നിട്ട് വാടാ ഹുബൈബ്, നിനക്ക് സമ്പത്ത് തരോ, നിനക്ക് അധികാരം തരോ, നിനക്ക് പെണ്ണുങ്ങളെ തരോ, അടിച്ചു പൊളിച്ച് ജീവിക്കാമടാ ഹുബൈബ്, ഇസ്ലാം മതം കളഞ്ഞിട്ട് വാടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. കൂട്ടുകാര് പറഞ്ഞു, ഹുബൈബ് നീ മതമൊന്നും മാറണ്ട, നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറ, മുഹമ്മദ് നബിയെ എന്തെങ്കിലും മോശമായിട്ട് പറ, നിന്നെ ഞങ്ങള് ജീവനോടെ തിരിച്ചുവിടാ. ഹുബൈബ് തയ്യാറായില്ല. അവിടെ കൊല്ലാ സമയമായപ്പോ ശത്രുക്കള് ചോദിക്കുന്നു, ഹുബൈബ് മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹവുമുണ്ടോ? നിന്റെ അവസാന മോഹമെന്താ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളോട് പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹമെന്നറിയോ? എനിക്കൊന്ന് 2 റക്അത്ത് നമസ്കരിക്കണം, എനിക്ക് നമസ്കരിക്കാൻ ഒരു അവസരം തരുമോ? ശത്രുക്കൾ അവിടെ അനുവാദം കൊടുത്തു. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടെ ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. 2 ചെറിയ സൂറത്തുകളാണ് ഓതിയത്. പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞു, സുജൂദിൽ കിടന്നു കരയുന്നു, നാദാ
എപ്പോ നമസ്കരിച്ചാലും വലിയ സൂറത്തുകളാണ് ഞാൻ ഓതാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കൊതി തീർന്നിട്ടില്ല അല്ലാ. പിന്നെ എളുപ്പത്തിൽ നമസ്കരിച്ചതിന്റെ കാരണം എന്തെന്നറിയുമോ? എന്നെ നമസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. എനിക്കൊരു പേടിയില്ല തമ്പുരാന്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്ന് പടച്ചവനോട് അപരാധി പറയുകയാ. അവിടുന്ന് കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ഉബൈബ് തങ്ങളെ കിബിലയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു നിർത്തി. എന്നിട്ട് തന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ ഉബൈബ് തങ്ങളെ കിടന്ന് പിടയുകയാ. മരണപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിൽക്കുന്ന ശത്രുക്കൾ ചിരിക്കുകയാണ്. അവര് ഹുബൈബിനെ കളിയാക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ചോദിച്ചു, ഹുബൈബേ എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അതാ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ നിൽക്കുന്നത് നോക്കു ഹുബൈബേ. നിന്നെ സ്വീകരിക്കാനാ, നിന്നെ കൊണ്ടുപോകാനാ. കരയല്ലേ ഹുബൈബ്, കരയല്ലേ ഹുബൈബ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സ്വാഗതം പറയുകയാ, അവരെ സമാധാനിപ്പിക്കുകയാ. എന്നിട്ട് പറയുന്നു, പറയടാ ഹുബൈബ്, ഈ ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി, നിന്നെ കളിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്. ഹുബൈബ് തങ്ങൾ അവിടുന്ന് ഷഹാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ ഇടിത്തീ വീണതുപോലെ ശത്രുക്കളുടെ ചെവിയിലേക്ക് പടച്ചവനെ കണ്ണു തള്ളിയടാ ചെറുപ്പക്കാരാ. തൂക്കുകയറിൽ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ഹുബൈബ് തങ്ങൾ ചിരിക്കുകയായിരുന്നു. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടപ്പോ അവർക്ക് പോലും അത്ഭുതപ്പെട്ടു പോയി സഹോദരാ. അതുകൊണ്ട് നമസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം വൽആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്താ? നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം. ആ മനുഷ്യന്റെ ചെവിയുടെ ഭാഗത്ത് ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ 5 നേരം വേച്ച് പള്ളിയിൽ വന്ന് നമസ്കരിച്ച വാപ്പാ, നിനക്കാള് വേണ്ട, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആള് വേണ്ട. പടച്ചറപ്പേ, പ്രായപൂർത്തിയായ പെമ്മക്കള് തന്റെ മക്കളുടെ ഭാര്യമാര് ആരോഗ്യത്തോടുകൂടി വീടിന്റെ കത്തിരുന്ന് കളിച്ചപ്പോ നിസ്കാരപ്പായിരുന്ന് നിസ്കരിച്ച ഉമ്മ, നീ സാധാരണ ഒരു പെണ്ണല്ല. നിനക്കല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിനക്കല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ വാപ്പയോ, നിന്റെ ഉമ്മയോ, നിന്റെ മക്കളോ, നിന്റെ ഭർത്താവോ, നിന്റെ കൂടെ പറപ്പോ, നിന്റെ കുടുംബക്കാരോ, നിന്റെ കൂട്ടുകാരോ ഒരാളും വേണ്ട സഹോദരാ. പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയുവോ? പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയുവോ? നിന്റെ കാലിന്റെ വിരലിൽ നിന്ന് റൂഹ് പിടിച്ച് എല്ലാവരും കൂടെ ആ റൂഹ് നിന്റെ തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമല്ലോ. അല്ലാഹ്, അവ
അവസാനം നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കാ തുടങ്ങുന്ന സമയത്ത് ആ മലക്കു പറഞ്ഞു തരികയാ, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞു തരും, അപ്പാ നിനക്ക് അസ്റായിലിനെ കാണണോ, നിനക്ക് അസ്റായിലിനെ കാണണോ? നാളെ സുബഹിക്ക് ഈ പള്ളിയിൽ വരുമ്പോ, നാളെ സുബഹി നമസ്കരിക്കാൻ ഈ പള്ളിയിൽ വരുമ്പോ, ഒന്നുപെടുത്തിട്ട് പള്ളിക്കകത്ത് കേറുമ്പോ കണ്ണ് തുറന്നു നോക്കുവാപ്പാ, കണ്ണ് തുറന്നു നോക്കടാ ചെറുപ്പക്കാരോ. ഈ പള്ളിയുടെ വാതിലില് നിസ്കരിക്കാൻ വരുന്നവന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ മലക്കുൽ മൗത്ത് പറയുകയാ, ഇത് നിലനിർത്തിയാ, ഇത് നിലനിർത്തിയാ മരിക്കുമ്പോ എന്നെ ഇതുപോലെ കാണാ. ഓരോ ദിവസവും നമസ്കരിക്കാ പള്ളിയിൽ കേറിയപ്പോ നിന്റെ കയ്യിൽ പിടിച്ച പറഞ്ഞ മലക്കുണ്ടല്ലോ, നീ മരിക്കുന്ന സമയത്ത് ആ മലക്കു പറഞ്ഞു തരും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പെണ്ണേ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ, ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാ. നിനക്കും മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അസ്റായിലിനെ കാണണമെങ്കിൽ നാളെ സുബഹിക്ക് പള്ളിയിൽ പോ. നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി ഒതുവെടുത്തിട്ട് ആ പള്ളിയുടെ കവാടത്തിൽ കാലെടുത്ത് വെക്കുമ്പോ വലതുഭാഗത്ത് നോക്കണം, അവിടെ നിൽക്കുന്നുണ്ട് നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക്. കെട്ടി അങ്ങോട്ട് പിടിക്കും, സിറാജ് നിലനിർത്തിയ എന്നെ ഇതുപോലെ കാണാം, നിലനിർത്തിയ എന്നെ ഇതുപോലെ കാണാം. 5 വഖത്ത് പള്ളി നിസ്കരിക്കാൻ പോകുമ്പോഴും ആ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നിസ്കരിക്കാൻ പോകുന്നവനോട് അസ്റായിൽ പറയുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാണാൻ പറ്റാത്തത് ആരുടെ കുഴപ്പം? കാണാൻ പറ്റാത്തത് ആരോടൊപ്പം? നമ്മുടെ കുഴപ്പം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമസ്കരിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. 2, അള്ള നല്ല മരണം തരും. 3, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് തന്നെ ഷഹാദത്ത് കലിമ പറഞ്ഞു തരും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 4, മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാം, മയ്യത്തടിക്കാൻ പറ്റില്ല, കാവല് നിൽക്കാ, ശത്രുക്കള് കാവല് നിൽക്കാ, അവിടെ കിടന്ന് പുഴുത്തളിയട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മണിക്കൂറുകൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത വിഷമമായി. മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാ പോയിട്ട് ആ മയ്യത്തൊന്നെടുക്കാം, ആരാ പോയിട്ട് ആ മയ്യത്തൊന്ന് കബറടക്കാം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ പോകാൻ നബിയെ, ഞാൻ പോകാൻ നബിയെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് ഞാൻ കബറടക്കാൻ നബിയെ. ഒരു സ്വഹാബി അവിടെ അനുവാദം ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു. ആ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കടന്നു പോകുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചങ്ങാതി ബക്കറ്റ് എടുത്തു. പെട്ടെന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ട് പെട്ടെന്ന് എല്ലാവരും പോക്കറ്റ് കൈയിറോ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ആ പൊക്കിയ കൈ പോക്കറ്റിയിട്ട്, ആ പൊക്കിയ കൈ പോക്കറ്റിലിട്. എന്നിട്ടൊരു നല്ല സദക്ക എടുക്ക്. ആരും ഓസിന് കൊടുക്കണ്ടട്ടാ, ആരും ഓസിന് കൊടുക്കണ്ട. ആ സദക്ക തുറത്തുൽ ബല, ആ സദക്ക തുറത്തുൽ ബല. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം പിടിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറയുകയാ, വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ, വിട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ 1001 രൂപ പള്ളിക്ക് കൊടുക്ക. എടാ, ക്യാൻസർ വന്നിട്ട് ഡോക്ടർ പറഞ്ഞ് തീർന്നു, വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോ 1000 രൂപ സദക്ക കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്കുന്നല്ലേ വാപ്പ.
2 കിഡ്നിക്കും തകർന്നു പോയി, മാറ്റിവെക്കാൻ 30 ലക്ഷം രൂപ വേണം. ആ സമയത്ത് 10 രൂപ അള്ളാടെ പള്ളിക്ക് കൊടുക്കുന്നതിനെക്കാളും നല്ലത് ഇപ്പൊ കൊടുക്ക്. നിനക്ക് അങ്ങനെ ഒരു ഗതി വരൂല. സദഖത്തു റദ്ദുൽ ബലാ, അല്ലാഹുവേ സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിപത്തുകളെ തട്ടിമാറ്റും. മനസ്സറിഞ്ഞിട്ട് സദഖ കൊടുക്ക്. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് സദഖ കൊടുക്കുന്നു അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മയ്യത്ത് ഖബറടക്കാൻ അതാ അവിടുന്നൊരു സ്വഹാബി ഇങ്ങനെ ചെല്ലുമ്പോൾ ശത്രുക്കൾ മുഴുവനും കാവൽ നിൽക്കുകയാണ്. എല്ലാവരും ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആ സ്വഹാബി നോക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ. ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്, ശത്രുക്കളുടെ ഭാഗത്തേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് പെണ്ണ് വിളിച്ചു പറയുകയാ, ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് മുറിച്ചു തരുന്നത്? ആരാണ് ഹുബൈബിന്റെ തല എനിക്ക് വെട്ടിത്തരുന്നത്? ശത്രുക്കൾ എവിടെ നിന്ന് ചോദിക്കുന്നു. പെണ്ണ്, ചത്തവന്റെ തല നിനക്കെന്തിനാ? ഈ ചത്ത് കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഇവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. ിന്റെ തലയുണ്ടല്ലോ, അത് വെട്ടിപ്പൊളിച്ചിട്ടു അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കുന്നതിന് വേണ്ടിയാ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ്, ഞാൻ നേർച്ച ചെയ്തിട്ട് വന്നതാണ്. അതുകൊണ്ട് ആരാ എനിക്ക് ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നത്? വെട്ടിത്തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. ഹുബൈബിന്റെ തല മുറിച്ചു തരുന്നവന് ഞാനൊരു സമ്മാനം തരാ. എന്റെ കൂടെ കിടക്കാനുള്ള ഭാഗ്യമാണ്, എന്റെ ശരീരമാണ്. ഹുബൈബിന്റെ തല വെട്ടിത്തരുന്നവന് ഞാൻ എന്റെ ശരീരം തരാ. ഒരു പെണ്ണെവിടെന്ന് പറയുമ്പോ ചെറുപ്പക്കാര് ഓടുകയാ. തലമുറിക്കാര് വാളെടുത്തുകൊണ്ട് ഓടുമ്പോ ഈ സഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി. എന്താണ് നടക്കുന്നതെന്നറിയണമല്ലോ. മരത്തിന്റെ മുകളിലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ജീവനും കൊണ്ടോടുകയാ. തങ്ങളുടെ തലവെട്ടാൻ പോയവന്മാര് മുഴുവനും പരക്കം പായുന്ന രംഗമാണ് കാണുന്നത്. എല്ലാവരും ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് നടന്നതെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. സ്വഹാബി അവസാനം മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ മയ്യത്ത് കാണുന്നില്ല നബിയേ. സഹാബാ, എന്റെ ഹുബൈബിനെ ഖബറടക്കിയ സഹാബാ. ആരാ ഖബറടക്കിയത്? എടാ, ജീവിതത്തിൽ അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മയ്യത്ത് ഖബറടക്കിയത് ആരാടാ? ചെറുപ്പക്കാരാ, മോനെ, പ്രതിഫലം വേണോ? നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന, നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഒരു ദിവസം നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ താങ്ങിയെടുത്തിട്ടു വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ടു ചൂടുവെള്ളത്തിൽ നിന്റെ ജനാസ കുളിപ്പിക്കുമല്ലോ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ, അവിടെ നിന്ന് ഉളുവെടുപ്പിക്കുമല്ലോ. എന്നിട്ട് കൊച്ചുകുട്ടികളെ താങ്ങിയെടുത്തുകൊണ്ട് വരുന്നത് പോലെ എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ നിന്നെ കൊണ്ട് മലർത്തി കടത്തുമല്ലോ ചെറുപ്പക്കാരാ. എന്നിട്ട് റബ്ബേ,
കുറച്ചു പഞ്ഞികളെടുത്തിട്ടു സുഗന്ധം തേച്ചിട്ടു നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞി വെക്കുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികിടത്ത് വെച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പഞ്ഞി വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ 3 കഷ്ടം തുണിയിൽ നിന്നെ വരിഞ്ഞു കെട്ടികെട്ടു. ഈ പള്ളിയിൽ നിന്നുകൊണ്ട് വീടിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിന്റെ അകത്തേക്ക് നിന്നെ എടുത്ത് മലർത്തി കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമല്ലോ. നമസ്കരിച്ച ചെറുപ്പക്കാരാ, നമസ്കരിച്ച വാപ്പാ, ഈ പള്ളി തികയൂല. മയ്യത്ത് നമസ്കരിക്കാൻ ഈ പള്ളി തികയൂല. ഇവിടെ കാലുകുത്താ സ്ഥലമില്ല. ഈ പള്ളിയും പരിസരവും മുഴുവനും നിറയുകയാ. ഈ പള്ളിയും പരിസരം മുഴുവനും കാലുകുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലോ നമസ്കരിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ ആള് നിറയുകയാ. ആരാ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, കേന്ദ്രമന്ത്രിമാരല്ല, പടച്ചവനെ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, MLA അല്ല. പിന്നെ ആര് വരുമെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ. അവര് വരുമടാ ചെറുപ്പക്കാരാ. നമസ്കരിച്ച വാപ്പാ, നിന്റെ മയ്യത്ത് കബറടക്കോ, നിന്റെ മയ്യത്ത് നമസ്കരിക്കാ. അല്ലാഹുവിന്റെ 70,000 മലക്കുകൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുമെന്ന് ചരിത്രം പറയുമ്പോ അതിനല്ലേ മോനെ മരണമെന്ന് പറയുന്നത്? അതിനാടാ മരണമെന്ന് പറയുന്നത്. വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ അങ്ങനെ മരിക്കണേ ഉമ്മ, മരിച്ചാൽ അങ്ങനെ മരിക്കണം. ഈ പള്ളിയിൽ കാലുകുത്താ സ്ഥലമില്ല. 5 വഖത്ത് നിസ്കരിച്ച വാപ്പാടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ഇവിടെ കാലുകുത്താ സ്ഥലമില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മലക്കുകൾ കബറടക്കി സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ 4ാമത്തെ പ്രതിഫലമാണ്. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൂടെ നടക്കാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹു 5 പ്രതിഫലം നൽകും. 1 മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. 2 അല്ലാഹു നല്ല മരണം തരും. 3 മരിക്കുന്ന സമയം മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരും. 4 മയ്യത്ത് നമസ്കരിക്കാൻ 70,000 മലക്കുകൾ വരും. 5 മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഇതിനേക്കാളും പ്രതിഫലം പറഞ്ഞു തരാൻ എന്റെ കയ്യിലില്ല. അല്ലാഹു മരിക്കുന്ന കാലം വരെ 5 വഖത്ത് നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കും.
സുജൂദുകൾ അധികരിപ്പിക്കുക. ഇപ്പൊ ഫർദ് മാത്രമേ നിസ്കരിക്കത്തുള്ളൂ. അങ്ങോട്ട് കയറും, ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ചാടി കയറും, സലാം വീട്ടും, ഓടുക. പിന്നെ എന്തിനാടാ മോനെ സുന്നത്തല്ല വെച്ചിരിക്കണേ? എന്തിനാ സുബഹിക്ക് മുമ്പ് 2, ദുഹറിന് മുമ്പും ശേഷവും, അസറിന് മുമ്പ്, മഗ്രിബിന് ശേഷം, ഇശായിക്ക് മുമ്പും ശേഷവും 2, 4 ആയിട്ടല്ല കാണാനല്ലല്ലോടാ വെച്ചേ. അത് പള്ളിയിലെ ഇമാമിന് മാത്രമുള്ളല്ലോ, പള്ളിയിലെ പ്രായമുള്ളവർക്ക് മാത്രമല്ലല്ലോ, അത് എല്ലാവർക്കും നിസ്കരിക്കാനുള്ളതാ. അപ്പൊ ചോദിക്കും, ഉസ്താദെ അത് സുന്നത്തല്ലേ ഉസ്താദെ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ ആരാ പറഞ്ഞേ? നിനക്ക് സുന്നത്തിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ, നിനക്ക് സുന്നത്തിന്റെ പ്രതിഫലം അറിയാഞ്ഞിട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുന്നത്ത് നമസ്കാരത്തിന് വലിയ പ്രതിഫലമാ. ഒരു സുന്നത്ത് നമസ്കരിച്ചാൽ 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്ന് മഹാനായ അബൂ നാസർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സുന്നത്ത് നമസ്കാരത്തിന് എത്ര വർഷത്തെ ഇബാദത്തിന്റെ കൂലി? ഒന്ന് പറ, എത്ര വർഷത്തെ ഇബാദത്തിന്റെ കൂലി? 12 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരു സുന്നത്ത് നിസ്കരിച്ച. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? നിസ്കരിക്കോ? ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ. രാത്രിയിലല്ല, പോകണ്ട, പേടിക്കണ്ട. രാത്രി 2 മണിക്ക് 3 മണിക്കാണെങ്കിൽ പെട്ടുപോയില്ലേ? ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി നാളെ നിസ്കരിക്കാൻ പറ്റൂ. ആ നമസ്കാരവേദ ഇന്നിന് നിസ്കരിക്കാൻ പറ്റൂല, സമയം കഴിഞ്ഞു, നാളെ മാത്രമേ ഇനി നിസ്കരിക്കാൻ പറ്റൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കോ? നിസ്കരിക്കോ? നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. എന്നും വേണമെന്ന് ഞാൻ പറയണില്ല, വല്ലപ്പോഴെങ്കിലും. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഇരുന്നോട്ടെ. ഇപ്പൊ കാലുവേദന എടുക്കണം, ഇരുന്നോട്ടെ. പ്രയാസമൊന്നും ഇല്ലല്ലോ? അപ്പൊ ഞാനും ഇരിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എന്നിട്ട് അടുത്തിരുന്ന് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അടുത്തിരിക്കണം. ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ടു ഓന്തോടി എവിടെ വരെ ഓടും? നല്ല തിളച്ച നരകത്തിന്റെ തീ എന്തായിരിക്കും? അള്ളാഹു ആയാലും ഈ തിളച്ച വെള്ളം തരുമ്പോ തന്നെ എല്ലാം ഉരുകുന്നു. നാളെ നരകത്തിലൊരു വെള്ളം ഉണ്ടെന്ന് എടുത്തങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ആകട്ടെ. ഇവിടെ സ്വർഗത്തിലുണ്ട്.
അവ്വാബി നിസ്കാരം തന്നെപ്പ. പ്രായമുള്ളവർക്കേ അറിയും. പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ തറാവി നിസ്കരിക്കുന്നവരാണ് എന്തെങ്കിലും ചെറുപ്പക്കാർ. കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവ്വാബി നമസ്കാരം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഇദാ ജാഅ തബ്ബത് യദാ ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 6 സൂറത്തുകൾ ഓതിയിട്ട് 2 റക്അത്ത് വീതം ഒരു നമസ്കാരമുണ്ട്, അവ്വാബി നമസ്കാരം. 12 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറക്കപ്പറ സുന്നത്ത് നിസ്കാരം. അതിന് നാളെ വന്നിട്ട് അതിന്റെ നിയ്യത്ത് എന്താന്ന് പറഞ്ഞ് ഉസ്താമാരെ കുടിക്കേക്കരുത്. സുന്നത്ത് സ്വല്ലാര്യം പറഞ്ഞേക്കാം. സംശയം കൂടുതലാണ് നിങ്ങൾക്ക്. അള്ളാഹു അവരുടെ സംശയം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അവ്വാബി നമസ്കാരം ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചൂടെ? നിസ്കരിച്ചൂടെ. അപ്പൊ എന്ത് ചെയ്യണം? സുന്നത്തുകൾ അധികരിപ്പിക്കണം. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 12 റക്അത്ത് സുന്നത്ത് കൊണ്ട് എന്നെ ആരെങ്കിലും സഹായിച്ചാൽ, ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. മുത്തുനബി പറഞ്ഞത്, എന്നെ സഹായിച്ച ഞാൻ അങ്ങോട്ട് സഹായിക്കാൻ സ്വർഗം നൽകിയിട്ട്. ഏതാ 12 റക്അത്ത്? സുബഹിക്ക് മുമ്പുള്ള പറ. 12 റക്അത്ത് ഏതാ? സുബഹിക്ക് മുമ്പുള്ള 2. പിന്നെ ളുഹറിന് എത്ര ഉണ്ട്? മുമ്പത്ര 4. ശേഷത്രണ്ട് എത്രയാവട്ടെ. സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിക്ക് ശേഷം 2, 12. ഈ 12 റക്അത്ത് സുന്നത്ത് കൊണ്ട് നീ സഹായിക്ക്, നിനക്ക് സ്വർഗം നൽകി മുത്തുനബി സഹായിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ കഴിവിന്റെ പരമാവധി സുജൂദ് ചെയ്യും. എന്റെ വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നല്ലതുപോലെ കേട്ടോ. എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. ഇപ്പൊ പള്ളി കയറിയാ കാണാം മരിച്ച വീട്ടിൽ ഇട്ടിരിക്കണ പോലെ 2 സഫ് കസേര. അള്ളാടെ പള്ളിക്കകത്ത് കയറിയാ കാണാം 2 സഫ് കസേര കളിക്കുള്ളതാ. കസേര നിസ്കാരത്തിന്റെ കാലം. ഇതൊക്കെ എറിഞ്ഞു പൊട്ടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം ശരിയാവോ? നിങ്ങൾ പഠിക്കു സഹോദര, പഠിക്ക്. നിന്റെ ചിലര് വിചാരിച്ചിരിക്കുന്നത് ഇരുന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ കസേരയിൽ നിസ്കരിക്കണമെന്നാണ്. ഇതാരാ പഠിപ്പിച്ചെന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, കസേരയിലാണെന്ന് ആരാ പഠിപ്പിച്ചെന്നേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവന് ഇരിക്കണമെന്നാ പറഞ്ഞേ. തറയിലിരിക്കണം എന്നാ പറഞ്ഞേ. ഇന്ന് ഏതെങ്കിലും പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു ഇൻസാൻ തറയിലിരുന്ന് നിസ്കരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം കസേരയില്ല. നേരത്തെ വന്ന് പിടിച്ചിട്ടിരിക്കുക. ഈ വാപ്പാടെ മുന്നിൽ 2000-ന്റെ 3 നോട്ടിട്ടിട്ട് എടുക്കാന്ന് പറഞ്ഞു ചാടി വീടി. അപ്പൊ കുനിയാൻ പറ്റൂല്ലേ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പാറന്നൂർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ.